ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റുമായ ഒരു കുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 2 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുതിർത്തെടുക്കണം. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. അതിന് മുൻപായിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ തന്നെ ഇത് കുതിരാനായിട്ട് വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. അധികം താമസമൊന്നുമില്ല. 1 മണിക്കൂറൊക്കെ കുതിർത്ത് കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഈ വെള്ളത്തിൽ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് മിനുസമായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഈസ്റ്റോ മറ്റൊന്നും ചേർക്കുന്നില്ല. ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നമ്മളിവിടെ ചോറും അതുപോലെ മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. അതുപോലെ നല്ല ഒരു ഇഡ്ഡലി മാവിൻ്റെ കട്ടിക്ക് അരച്ചെടുക്കണം. ഒട്ടും ലൂസായി പോകരുത്. മാവ് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയാൽ നമുക്ക് ശരിയായി കിട്ടില്ല. അപ്പോൾ നല്ല കട്ടിയിൽ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു മൺചട്ടി ഇവിടെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് വിറകടുപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. മൺചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. എണ്ണ നമ്മളിതിലേക്കായിട്ട് ഒട്ടും ഉപയോഗിക്കുന്നില്ല. ഫ്രൈ പാനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. നിറയെ ചെറിയ കുത്തുകൾ വീണതിന് ശേഷം മാത്രമേ ഇത് മൂടി വയ്ക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ തീ കത്തിച്ചു കൊടുക്കണം. ചെറിയ തീയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ അപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടുന്നുണ്ട്. നമ്മളിതിലേക്ക് എണ്ണയൊന്നും തടവുന്നില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സോഫ്റ്റാണ്. അതുപോലെ അടിവശം ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മൾ ഒട്ടും എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.